നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മോരുകാച്ചിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റിയ ഒരു മോരുകാച്ചി. ഇതാണ് ചോറിൻ്റെയൊക്കെ കൂടെ ഒഴിച്ചു കൂട്ടാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്ക് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. കടുക് ഉലുവ ഒന്ന് പൊട്ടിയ ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മുടെ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞത്, അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി നീളത്തിൽ അരിഞ്ഞത്, ഒരു വെളുത്തുള്ളി അധികമായി പോകരുത്, ഒരെണ്ണം തന്നെ മതി. പിന്നെ 2-3 പച്ചമുളക്. ഞാനിവിടെ 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞാൽ ചേർത്തേക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ 2-3 വറ്റൽമുളക്, ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഒരുപാട് ബ്രൗൺ കളറായിട്ടൊന്നും വഴണ്ടി വരേണ്ട ആവശ്യമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ യൂസ് ചെയ്തേക്കുന്നത്. നമ്മുടെ നാടൻ കറികൾക്കൊക്കെ ഏറ്റവും നല്ലത് നമ്മൾ വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അതില്ലെങ്കിൽ മാത്രം നമ്മൾ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിച്ചാൽ മാത്രം മതി. ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും ഉള്ളിയും പച്ചമുളകും എല്ലാം നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ഇടാൻ പോകുന്നത് നമ്മുടെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചിടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിക്ക് കിട്ടുക. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, നമ്മുടെ മോര് കറിക്ക് ഒരു ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടി മാത്രം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ഇട്ട് കൊടുത്ത് പൊടികളുടെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൊടികളെല്ലാം ആഡ് ചെയ്യുമ്പോൾ ഏറ്റവും ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക, പെട്ടെന്ന് അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മോര് ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു കപ്പ് തൈര്, കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്ന് വിപ്പ് ചെയ്ത് എടുത്തതാണ്. അപ്പോൾ നമ്മൾ മോര് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ എന്താ പറയുക, ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുക. അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തിട്ട് ചെയ്താലും കുഴപ്പമില്ല. കാരണം മോരൊഴിക്കുമ്പോൾ പെട്ടെന്ന് ഇത് പിരിഞ്ഞു പോകും, ചൂട് കൂടുതലാണെങ്കിൽ. അപ്പോൾ നമ്മളത് വളരെയേറെ ശ്രദ്ധിച്ചിട്ട് തന്നെ ഒഴിക്കുക, പിന്നെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ മോര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, നല്ലോണം ഇളക്കി കൊടുത്ത് എല്ലാം നല്ലോണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക, ഉപ്പെല്ലാം ഈ സമയത്ത് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1/4 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ മോരുകറിയുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്, പിന്നെ കറിക്കൊരു നല്ലൊരു ടേസ്റ്റും നമുക്ക് കിട്ടുന്നുണ്ട് നമ്മൾ ഈ പഞ്ചസാര കുറച്ചൊന്ന് ആഡ് ചെയ്യുമ്പോൾ. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അവസാനമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഇട്ട ജീരകം വറുത്ത് പൊടിച്ച ആ പൊടി തന്നെ ഒരു 1-2 പിഞ്ച് ജസ്റ്റ് ഒന്ന് മുകളിൽ ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നമ്മുടെ ഈ മോരുകാച്ചിന് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇനി ജീരകം അങ്ങനെ വറുത്ത് പൊടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കടുക് ഉലുവയും പൊട്ടിച്ചപ്പോൾ ആ സമയത്ത് നമുക്ക് ജീരകം ഇട്ട് പൊട്ടിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.